അത് ഈ മൂന്ന് കൈകളെ കാണുമ്പോൾ ഈ കൈ ഒന്നാമത്തത് ആയുസ്, രണ്ടാമത്തത് ധനമ്, മൂന്നാമത്തത് ബുദ്ധി, നാലാമത്തത് പഠിപ്പ്. രേഖല കണ്ടமான படிப்பு இல்லாமா ഒരു വക്കീലുമാകാം, ഐജി വരെ പഠിക്കാനുള്ള യോഗമൊക്കെ ഉണ്ട്. കൈകൊണ്ട് ഒരാൾക്ക് എന്ത് ഉപകാരം ചെയ്താലും നന്ദിയില്ല. ഒരാളുടെ വീട്ടിലേക്ക് വന്ന இந்த കയ്യിൽ ഉള്ളത് തൊട്ടുമോളി തരാണ്ട് പോയാൽ ഈ ഭാവിയിൽ കൊണ്ട് ഈ മോൾക്ക് കൈ പറഞ്ഞാല് അച്ഛൻ്റെ വക കാട്ടി അമ്മൻ്റെ വകയിൽ ഇത് സ്നേഹത്തിന് ഒരാൾക്കാരുണ്ട്. അച്ഛൻ്റെ വക കാട്ടി അമ്മൻ്റെ വകയിൽ എനിക്ക് സ്നേഹത്തിന് പെരുമാറാനും ആൾക്കാരുണ്ടാവും. അച്ഛൻ്റെ വകയിൽ എനിക്ക് ബന്ധു സഹായം കുറച്ച് കുറവേ ഉണ്ടാവുള്ളൂ. പകുതി ഉണ്ടാകും, പകുതി ഇത്തിരി കുറവുണ്ടാകും. പക്ഷെ അത് കണക്കൂട്ടില്ല. ഈ കൈ രേഖ പറഞ്ഞാൽ ഭാവി ഗുണിക്ക് തറവാട് മുതൽ കാരണന്മാരുണ്ടാക്കിയ മുതൽ അച്ഛനമ്മ നേടിവെച്ച മുതൽ അത് കൈ പറഞ്ഞ് അനുഭവിക്കാൻ എനിക്ക് കുറച്ച് കിട്ടും. അത് അധ്വാനിക്കാണ്ട് തിന്നാനുള്ള ജോലി എനിക്കില്ല. നീ അധ്വാനിച്ചതിന് പേര് എനിക്ക് ഭാവിയിൽ കൊണ്ട് കൈ പറഞ്ഞാൽ കൂടി 20-23 വയസ്സുള്ളിൽ എനിക്ക് ഒരു ജോലി പ്രവർത്തി ശരിക്കും ഒന്ന് പൂർത്തിയായിട്ട് കിട്ടിയിട്ടുണ്ടാകണം. എൻ്റെ ജാഗ്രത നീ പഠിച്ച പഠിപ്പിന് ഒരു ജോലി പ്രവർത്തി കിട്ടേണ്ട സമയമാണിത്. ഒരു ജോലിക്ക് പോയി നിൽക്കുന്ന സമയങ്ങളാണ്. ഉണ്ടായില്ല ഈ കൈവിനെ ഉദ്ദേശ ചെറുപ്പം മുതൽ ആഗ്രഹിച്ച പ്രവർത്തിയൊക്കെ വേറെ, ചിന്തിച്ച പ്രവർത്തിയൊക്കെ വേറെ, ഇപ്പോൾ ചെയ്തു നിൽക്കുന്നവർക്ക് വേറെ. ഇന്ന് ഭാവിയിൽ നമ്മൾ ഉദ്ദേശിച്ചത് കിട്ടുവാണ് ഉള്ള അഭിപ്രായം എനിക്ക് മനസ്സിലുണ്ട്. നീ ഉദ്ദേശിച്ചത് കിട്ടും പറഞ്ഞാൽ ധൃതി പണ്ട. ഇന്ന് ഭാവി നീ ഉദ്ദേശിച്ച ജോലി കാട്ടി നല്ലൊരു ജോലി ഭാവിയിൽ കിട്ടാനുള്ള രേഖ, നല്ലൊരു ഉയരിച്ചു പോകാനുള്ള യുഗം എനിക്ക് ഭാവിയിൽ ഉറപ്പാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ മനസ്സിൽ ഈ കൈ കൊണ്ട് കള്ളം കവടം പറയണത്, ഒഴിച്ചു വെക്കുന്നത്, നാരദ പണി നിന്റെ അടുത്തില്ല. ഈ കാര്യം ഓപ്പണായി പറയും. ആ കുറ്റവാളി അയ്യോ ഈ കൈ രേഖ പറഞ്ഞാൽ കുടുംബത്തിൽ എനിക്ക് കൈ പറഞ്ഞാൽ കൂടി എവിടെ പോയാലും പുറത്തിറങ്ങിയാലും നാരദ പണിൻ്റെ അടുത്തില്ല. ഒരു കച്ചറുണ്ടാക്കണം, നമ്മൾ കൈ തട്ടി ശ്രീക്കണം, അതിൻ്റെ അച്ഛൻ പഠിപ്പിച്ചില്ല. നേരെ പോ. സ്നേഹത്തിന് പെരുമാറും, അങ്ങനെ കാശിനെ സ്നേഹിക്കില്ല. ഈ കയ്യിൽ കാശ് കുറവായാലും പക്ഷെ എനിക്ക് ഡീസന്റ് കുറവാകില്ല. വരുമാനം കുറവായാലും ഡീസന്റ് കുറവാകില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഒരു രാജകുമാരി പോലെ പോകും. ഇനിയിപ്പോൾ വണ്ടി വാഹനം സ്വന്തം എനിക്ക് എടുക്കാനുള്ള ജോലിയുണ്ട്, സ്വന്തമായി വോട്ടുള്ള ഭാഗ്യം എനിക്കുണ്ട്. കൈ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എവിടെ പോയി ജയിച്ചു വരാനുള്ള ധൈര്യമുണ്ട്. അച്ഛനമ്മയ്ക്ക് ദുഷ്ടപ്പേര് വാങ്ങിച്ചു വെക്കില്ല. ഇന്നുവരെ ഉണ്ടായിട്ടില്ല, ഇന്നും ഉണ്ടാകില്ല. അങ്ങനെ ഉണ്ടാക്കുന്ന പല ആൾക്കാർ വഴി നോക്കിച്ചു. അവരുടെ പരിപ്പിൻ്റെ അടുത്ത് വരും. അവർ ഈ വഴി കൂടി കാണിച്ചിട്ട് ഈ വഴി കൂടി തിരിച്ചു വരും. 10 ആൺകുട്ടികളൊപ്പം പോയാലും എനിക്ക് ജയിച്ചു വരാനുള്ള ധൈര്യം എനിക്കുണ്ട്. കാശുകൊണ്ട് നടത്താത്ത കാര്യം ഒരു വാക്കുകൊണ്ട് ജയിക്കും. വരുമാനം കൊണ്ട് സാധിക്കാത്ത കാര്യം വാക്കുകൊണ്ട് ജയിച്ചു വരാനുള്ള ധൈര്യം എൻ്റെ അടുത്തുണ്ട്. ആണ് വലുരാജ്യങ്ങൾ പോകേണ്ട യോഗം മക്കളിലേക്ക് ഭാവിയിലെ ജോലി കാര്യത്തിന് വേണ്ടി പോകാനുള്ള ഭാഗ്യം ഒന്ന് കഴിഞ്ഞു. അങ്ങനൊരു ഭാഗ്യം കൂടി എനിക്കുണ്ട്. ഒരു ജോലി കാര്യത്തിന് വേണ്ടി ഇത് കുറച്ച് കറങ്ങി പോകാനുള്ള ജോലി എനിക്കുണ്ട്. അത് പോകേണ്ടത് പോകാത്തതിന് എൻ്റെ ഇഷ്ടം. അതിപ്പോൾ നീ വിശ്വസിക്കില്ല. അത് ബാലിക്ക് 30 വയസ്സുള്ളിലുള്ള ഭാഗ്യം എനിക്കുണ്ട്. ഈ കൈ പറഞ്ഞ കുടുംബകാര്യം പറയുന്നത് കൈ പറഞ്ഞ അവിടെ എനിക്ക് 19 തൊട്ട് എനിക്ക് 23 ഉള്ളിൽ കഴിയേണ്ട യോഗം. കുടുംബകാര്യം കല്യാണ യോഗം. ഈ കൈ പറഞ്ഞ എനിക്ക് 19 തൊട്ട് 23 ഉള്ളിൽ കഴിഞ്ഞ് നിൽക്കേണ്ട രേഖ. ഈ കൈകൾ എനിക്ക് നല്ലപോലെ എനിക്ക് ആലോചിച്ച പോലെ കുടുംബത്തിൽ ചിന്തിച്ച പോലെ നല്ലപോലെ കുടുംബ ജീവിതം കിട്ടും. ആ കയ്യിലെ ബന്ധുവകയിലേക്ക് എനിക്ക് കുറച്ച് കുറവാണ്. ബന്ധുവക കഴിഞ്ഞ നടക്കും കുടുംബകാര്യങ്ങൾക്ക് അത് കഴിഞ്ഞു പോയി. ഈ കയ്യെന്ന് പറഞ്ഞോട് നീ ശുദ്ധിച്ച പോലെ നീ ആഗ്രഹിച്ച പോലെ ഒരു കുടുംബം നല്ല ഐശ്വര്യമായിട്ട് കുടുംബങ്ങൾ എനിക്ക് ഉണ്ടാവും. ഇത് കിട്ടുന്നർത്ഥം. ഇപ്പൊ നിന്റെ ഒപ്പം നടന്ന ചില കൂട്ടുകാർ, നിന്റെ ഒപ്പം നടന്ന ചില കൂട്ടുകാർക്ക് ഒരു കുടുംബക്കാർ കഴിഞ്ഞ് ഒരു ഐശ്വര്യമായിട്ട് പോയി നിൽക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ നല്ലപോലെ ആളേക്ക് ജീവിക്കണം. എനിക്ക് മനസ്സിലുള്ള അഭിപ്രായം താല്പര്യം തോന്നും. നീ ഉദ്ദേശിച്ച പോലെ നടക്കും. അങ്ങനെ എന്ത് കാര്യം ധൃതിപ്പണ്ട, തിരക്ക് പിടിച്ചു പോകണം. ഇന്ന് പോകേണ്ട കാര്യം നാളെ പോകും. പക്ഷെ ഇന്നേലേക്ക് പോകാനുണ്ടെങ്കിൽ ഒരു അല്പസമയം താമസിച്ചു പോകും. അപ്പൊ എൻ്റെ കാര്യം നന്നാകും. എനിക്ക് രേഖ പറയാൻ ഭാവിയിൽ കൊണ്ട് എനിക്ക് രേഖ കൂടെ ജനിച്ചു തന്നുണ്ടല്ലോ.
കൂടെ ജനിച്ചത് ഒന്നുണ്ടല്ലോ ബാക്കി കാണുന്നുണ്ട്. മൂത്തത് ഇളയതാ. സഹായം നീ ഒരിക്കലും ആഗ്രഹിക്കില്ല. അതിന് സഹായം ആഗ്രഹിക്കില്ല. നമ്മൾ നയിച്ചു പോയി അവൻ നന്നായാൽ മതി. അങ്ങനെ ഒത്തൊരുമ എന്നും എനിക്കുണ്ടാകും. കൂടിപ്പിറപ്പ് കൊണ്ട് സ്നേഹം ഒത്തൊരുമ അത് മരിക്കുന്ന കാലം വരെ എനിക്കുണ്ടാകും. കാരണം ഇന്നും കൈ പറയാൻ ഭാവിൽ കൊണ്ട് ഇന്നും കുടുംബത്തിൽ കൊണ്ട് നന്നായി പോകാനുള്ള യുഗം അമ്മൻ്റെ സ്നേഹം അച്ഛൻ്റെ സപ്പോർട്ട് എനിക്ക് എന്നുണ്ട്. കാരണം ജനിച്ച തറവാട് ഒരിക്കലും നീ മറക്കില്ല. എവിടെ പോയാൽ നേരെ കറങ്ങിയാൽ മാതാപിതാക്കളുടെ ലാസ്റ്റ് ഒളിവ് കാലത്തിൽ നിൻ്റെ കൈ കൊണ്ട് ഒരാൾ കഞ്ഞ കിട്ടും. വെച്ച് തരാനുള്ള സ്നേഹം എടുത്തുണ്ട്. അത് ഒരിക്കലും നീ മറക്കില്ല. അത് മറ്റു 100 ആൾ വന്ന് പറഞ്ഞാലും കേൾക്കില്ല. പറഞ്ഞില്ല ഈ കൈ പറഞ്ഞ ഭാവിൽ കൊണ്ട് എണ്ണാകാല യോനിക്കുണ്ട്. ആയുസ് പറയണത് 85 വരെ എനിക്ക് ആയുസുണ്ട്. ഇല്ല இந்த മക്കളുടെ കൈ പറഞ്ഞ കൂടി ജനിച്ച് മക്കളുടെ ഒരു കുടുംബക്കാർ കഴിഞ്ഞ അച്ഛനമ്മ മരണം ജാതകത്തിൽ. മക്കളുടെ കൈ പറഞ്ഞ കൂടി പേരമക്കളുടെ കല്യാണം കഴിഞ്ഞാൽ അച്ഛനമ്മയ്ക്ക് മരണം. അതുവരെ ഉണ്ടാകുന്ന അച്ഛനമ്മ അവർക്ക് ദീർഘായുസുണ്ട്. എനിക്ക് ഭാവിയിൽ കൂടി എവിടെ പോയാലും എവിടെ ഇറങ്ങിയാലും നീ നന്നാകേണ്ട യുഗം ഉറപ്പാനിക്കുണ്ട്. ആണ് കൈ തൽക്കാലം എവിടെ പോയാൽ തിരക്ക് പിടിക്കേണ്ടതാണ് പറഞ്ഞത്. ആട്ടുകാരുടെ വാക്ക് വിശ്വസിച്ച് ഒരു കാര്യം ചെയ്യണ്ട. നാട്ടുകാരുടെ വാക്ക് വിശ്വസിച്ച് ചില കാര്യങ്ങൾ ചെയ്യണ്ട. സ്വന്തം ബുദ്ധി കൊണ്ട് ചെയ്യ്. ഇല്ല കുടുംബ വാക്ക് വിശ്വസിച്ച് ഒരു കാര്യം ചെയ്യ്. നിന്റെ കാര്യം എവിടെ പോയാൽ നന്നാകുമ്പോൾ ഞാൻ പറഞ്ഞത്. ഒന്ന് കുത്തി നോക്കാം. ദൈവത്തിന് ഉദ്ദേശിച്ച് ഗുരുവായൂരപ്പനെ ഉദ്ദേശിച്ച് ഒന്ന് കുത്തി എന്താ ദൈവം കിട്ടാമോ നോക്കട്ടെ. ഇത് ഏത് ഓളയിലൊന്ന് കുത്തി ഇറക്കിക്കും. കുത്തി ചൂണ്ടി ഇറക്കും. ഇറക്കിക്കോളി ഇടയിലിറക്കാം. മതി അങ്ങനെ വെച്ചോളൂ. ശരി. കിട്ടിയ കാണുമ്പോൾ എനിക്ക് രേഖകൾ പഴനിമല മുരുകനാണ് കണ്ടത്. സുബ്രഹ്മണ്യൻ എനിക്ക് കണ്ടത്. കണ്ട ദൈവം കൊണ്ട് എനിക്ക് അത് ബുദ്ധിമുട്ടില്ല. ഒരുപാട് കൊടുങ്ങല്ലൂർ അമ്മയുണ്ട്. ആ അമ്മയുടെ സഹായം ആ സുബ്രഹ്മണ്യൻ്റെ സഹായം എനിക്ക് എന്നും എനിക്ക് സഹായം കിട്ടും. നീ പേടിക്കണ്ട. എന്ത് കാര്യം പോയി ധൃതി പണ്ട മോളെ ഞാൻ പറഞ്ഞത്. നീ എവിടെ പോയാലും തുറന്ന് നീ പറയും. ഒരാളുടെ പോലെ ഒളിച്ചു വെക്കാൻ അറിയില്ല. നല്ലത് പറഞ്ഞാലും എനിക്ക് ദോഷക്കേടേ വരുള്ളൂ. നല്ലത് പറഞ്ഞാലും എനിക്ക് ദോഷപ്പേരേ വരുള്ളൂ. ஆனால் ഭഗവാൻ എനിക്ക് രക്ഷപ്പെടുത്തും. എവിടെ പോയാലും ഏത് വീട്ടിൽ കയറി പോയാലും എനിക്ക് ചായ വേലും കിട്ടും. എൻ്റെ കാശ് കണ്ടിട്ടില്ല. എൻ്റെ സ്നേഹങ്ങൾ പെരുമാറ്റങ്ങൾ എന്താ തരാത്ത വീട്ടിൽ കൂടി എനിക്ക് നാളെ കഞ്ഞി കിട്ടും. എവിടെ പോയി ഏത് കച്ചറ വന്നാലും അവിടെ സമാധാനം പറയാൻ 2 ആൾക്കാർ എനിക്ക് സപ്പോർട്ട് ഉണ്ടാവും. ആ സ്നേഹം എനിക്കുണ്ട്. നീ പേടിക്കേണ്ടതാണ് പറഞ്ഞു. പഴനിമല മുരുകനാണ് കിട്ടിയത്. കൊടുങ്ങല്ലൂർ അമ്മയുണ്ട്. ആൾക്കാരുടെ അടുത്ത് ദേഷ്യം കുറച്ചുണ്ട്. അത് ഉറപ്പാണ്. ആൾക്കാർ നേരിട്ട് നീ ദേഷ്യത്തിൽ നിൽക്കില്ല. അടുക്കള പോയ പിരിപ്പിലും പറഞ്ഞു നിൽക്കും. ചട്ടി നമ്മൾ പാത്രം നമ്മൾ ചട്ടിടും. ആ ദേഷ്യം എനിക്ക് അല്പസമയം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞു പോയി എൻ്റെ സ്നേഹമുണ്ട്. കഴിക്കുന്ന ആഹാരമുണ്ടെങ്കിൽ അടുത്ത് എടുത്തൊന്നും മിണ്ടാണിച്ചു പോകും. ഒരു പട്ടിണി കിടക്കാൻ പറഞ്ഞ് വിടില്ല. എൻ്റെ വീട്ടിൽ കയറി വന്നാൽ പറയേണ്ട വാക്ക് കുളിച്ചാലും ശരി കുളിക്കാണ്ട് പോയാലും ശരി കഴിച്ചാലും കഴിക്കാണ്ട് പോയാലും ഇരിക്കാൻ പറഞ്ഞ ഒരു വാക്ക് എന്നുണ്ടാവും. ഇപ്പോൾ ചായ വെച്ചതിന് വരുന്ന ആൾക്ക് അത് മരിക്കുന്ന കാലം വരെ എൻ്റെ അടുത്തുണ്ട്. അങ്ങനെ ഒരു ഉപകാരം ചെയ്താലും ഉപൃതി കെടി ചെയ്യില്ല. ഉപകാരം ചെയ്താലും ഉപൃതി കെടി ചെയ്യില്ല. നല്ലതേ ചെയ്യുള്ളൂ. ஆனால் ഒരിക്കലും പഴനിമല മുരുകൻ്റെ അനുഗ്രഹം ദൈവ അനുഗ്രഹങ്ങൾ തൊഴുതുകൊണ്ട് കുറവായാലും എനിക്ക് ദൈവ സപ്പോർട്ട് ഉണ്ടാവും.